അപ്പോൾ ഇപ്പം ഞങ്ങൾ രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ട്രെയിന് 2 മണിക്കൂർ ലേറ്റാണ്. ഇവിടെ ഇങ്ങനെ മരം ചുവട്ടിലിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല സുഖകരമായ ഒരു കാറ്റ്. ഞങ്ങൾ കാശ്മീരോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ ചില ജംഗ്ഷനിലുള്ള യാത്രാവിശേഷങ്ങളും അതേപോലെ ഞങ്ങളുടെ ചെറിയ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മധുര ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. മധുര ജംഗ്ഷൻ, മധുര ജംഗ്ഷൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡൽഹി എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങളൊരു ടാമ്പോ ട്രാവലർ പിടിച്ചിട്ട് സരായി ദോഹില സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അവിടെയാണ് നമുക്ക് ജമ്മുതാവി എക്സ്പ്രസ് ഉള്ളത്. ആ സ്റ്റേഷൻ നമുക്കൊന്ന് കാണാം. ഇതാണ് റോഹില സ്റ്റേഷൻ. അപ്പോൾ ഇത് ഡൽഹിയിൽ പ്രധാനമായി 4 റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അതിൽ പ്രധാനമായ ഒന്നാണിത്, റോഹില. ഇവിടെ നിന്നാണ് പഞ്ചാബിലേക്കൊക്കെ ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സ്റ്റേഷനാണിത്. അപ്പം ഭയങ്കര നീളവും കൺവീനിയൻറ്റും ഒക്കെ ഉള്ള ഒരു സ്റ്റേഷനാണിത്. എൻ്റെ എൻട്രൻസ് ഉണ്ടാവും ഇങ്ങനെ ഒരു പഴയ മോഡലിലൊക്കെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് സംവിധാനമുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങളെ പ്ലാറ്റ്ഫോമിലേക്ക് പോയത്. ഇല്ല, നമുക്ക് പ്ലാറ്റ്ഫോം 2ലാണ് പോകേണ്ടത്. ഇപ്പൊ ലിഫ്റ്റില് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതും വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാല്ലേ. ഇത് ഞങ്ങൾ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ചയാണ്. വലിയൊരു ബിൽഡിംഗ് ആണിത്. എന്താണെന്നും മനസ്സിലായില്ല, പക്ഷെ അതിൻ്റെ മേലെ മാത്രമുള്ള കാഴ്ചയാണിത്. താഴോട്ടൊക്കെയുള്ള മഞ്ഞുള്ള കാരണമൊന്നും കാണുന്നില്ല. വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. തോന്നുന്നു. ഓക്കെ, ലഗേജും ഞങ്ങളും വീണ്ടും താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഇതിലോട്ട് കയറിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ എത്തലും ഞങ്ങളുടെ ട്രെയിന് വരലും ഒന്നിച്ചാണ്. ഇത് കണ്ടോ ട്രെയിന്. ഹില്ലി ഏരിയയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ പുഷ് ചെയ്യാനായിട്ട് ഒരു എഞ്ചിനുണ്ട് അല്ലേ. ആ ഭാഗമാണ് ഇത്. ഏറ്റവും ബാക്കിലത്തെ ഭാഗമാണ് കണ്ടോ. ഇതാണ് ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്ന് ഈ വീഡിയോസ് എല്ലാം. സീറ്റ് അങ്ങോട്ടാണ് കേട്ടോ. 1 2 3 4 5 ഇങ്ങനെയാണ് ഞങ്ങളുടെ സീറ്റ് വരുന്നത്. ഈ ബോഗി ഉണ്ടാക്കിയത് 2022ലാണ് കണ്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എല്ലാം നിറയെ ഫുഡായിരുന്നു. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞു. തിരിച്ച് വന്നിട്ട് വാങ്ങാൻ നിന്നതാണ്, പക്ഷെ ഒക്കെ കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ് നടത്താൻ പോവാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അതാണ് റെഡിയായി വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ
ക്രിസ്മസിന്റെ പാപ്പ, ക്രിസ്മസ് പാപ്പ റെഡിയല്ല? 2 പാപ്പകളുണ്ട്. ഓക്കെ, ഒരു പാപ്പയാണിത്. അപ്പൂപ്പൻ റെഡിയായിരിക്കുകയാണ്. എല്ലാരും കൂടെ കൈവച്ചോ. ജിംഗിൾ ബെൽ ജിംഗിൾ ഓൺ ദ വേ. One was open sleigh. Jingle bell, jingle bell. Uncle തരൂ. Jingle bell, jingle bell. അങ്കിളിന് കൊടുക്കണം. ജിംഗിൾ പ്രതിവട്ടാ, പ്രതിവട്ടാ. പാപ്പക്ക് ഞാൻ കൊടുക്കാം, പാപ്പക്ക് ഞാൻ കൊടുക്കാം. വക്കീലാണ് കേട്ടോ കളിച്ചിട്ടില്ല. മനസ്സിലായ ഭാര്യക്ക് ഒരു ലക്ഷം കൊടുക്കും. ഇത് മുറിയുന്നില്ല ശരിക്കും. പൊടിഞ്ഞു പൊടിഞ്ഞു പോവാന്ന്. കട്ടിയില്ല, ഈ കത്തിയ നല്ലല്ല. ചേച്ചി ഞാൻ തന്നെ വലോക്ക എന്റെ വല. അപ്പൊ ഞങ്ങളെല്ലാം കിടന്നു. മോർണിംഗ് ഗൈസ്, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ ജമ്മു റെയിൽവേ സ്റ്റേഷനിലെത്തും. പത്താൻകോട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. പണ്ട് ഭീകരാക്രമണം നടന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നേരത്തൊക്കെ ഗോതമ്പ് പാടം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നതാ. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ച്. ഫോൺ എടുത്ത് വരുമ്പോഴേക്കും അതൊക്കെ അങ്ങ് പോയി. പഞ്ചാബിന്റെ ബോർഡറാണ് ഇത് കേട്ടോ. നല്ല ആർമീന്റെ കണ്ടോൺമെന്റ് ഏരിയ ആണ്. അപ്പൊ അതിന്റെ അപ്പുറത്തൊന്നും കടക്കാൻ പാടില്ല അല്ലേ? കൊറേ ദൂരത്തോളം ഉണ്ട്. ഉണ്ടോ? ഇത് എത്ര വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഈ വീട് വേറെ തരം, ഇങ്ങനുള്ളത് വേറൊരു ടൈപ്പാണ്. അത് ബോർഡർ കഴിയുന്നുണ്ടാന്ന് തോന്നുന്നു. ഇത് ക്വാർട്ടേഴ്സ് ആണ്. ആ ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അത് കണ്ടോ മുമ്പിൽ ഇങ്ങനെ വണ്ടി വെക്കാനും അകത്തിങ്ങനെ വിസ്തരിച്ചിട്ടായിരിക്കും. മേലെ ഉണ്ടാവില്ല, താഴെ മാത്രമേ ഉണ്ടാവും. സൂര്യനെ കാണണ എല്ലാവരും ഇവിടെയാണ്. അതിന്റെ തൊട്ട ഇപ്പുറത്താണ് ഇത് ഫസ്റ്റ് AC. കൂപ്പയാണ് കണ്ടോ. ഈ ഭാഗങ്ങളൊക്കെ റിവർ സൈഡാന്ന് തോന്നുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോഴുള്ളത് ജമ്മു റെയിൽവേ സ്റ്റേഷനിലാണ്.
അവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇതാണ് ജമ്മു റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലെല്ലാം പട്ടാളക്കാരുണ്ട്. പട്ടാള വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇതെല്ലാം ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഹലോ